നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇല്ല ഇല്ല ഇല്ല, ഒരു കാരണവശാലും ഈ ഗർഭാലസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഒരിക്കലും ഒരു ശിശുക്കത്തെ നടത്തുന്ന ഷോക്കിൽ നിന്നും ഞാൻ ഇതുവരെ ഉണർന്നിട്ടില്ല. തനിക്കറിയോ, അതിനുശേഷം ഇതുവരെ ഞാൻ സമാധാനമായിട്ട് ഉറങ്ങിയിട്ടില്ല. കണ്ണടയ്ക്കുമ്പോ ആ കൊച്ചിന്റെ കരച്ചിൽ എന്റെ കാതിൽ വന്ന് മുഴങ്ങുക. അമ്മാവാ അമ്മാവാ എന്നുള്ള നിലവിളി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ടിപ്പോ ഈ കൊച്ചിനെ കൂടി കൊല്ലാൻ ഞാൻ നിനക്ക് കൂട്ടു നിൽക്കണമല്ലേ? ഇല്ല, സാധ്യമല്ല. എന്റെ തല പോയാൽ ഈ മഹാഭാവത്തിന് ഞാൻ കൂട്ടുനിൽക്കില്ല. എന്റെ പൊന്നളിയ, ഇങ്ങനെ നാടകത്തിലെ ഡയലോഗും പറഞ്ഞ് എന്റെ ജീവിതം പാഴാക്കല്ലേ. ഞാൻ വേണേ അളിയന്റെ ഉണക്കാരി പിടിക്കാം. വേണ്ടേ? നാണമില്ലട നിനക്ക് പോക്കൃതരം കാണിച്ചിട്ട് ഇങ്ങനെ ഓരോ തവണ കാല് പിടിക്കാൻ. വേറെ വഴിയില്ലാതായി പോയി. ഞാനൊരു ദുർബല ഹൃദയനാണ് അളിയ. പറ്റിപ്പോയി. ഒരു തവണ, ഒരേ ഒരു തവണ, ഇത്തവണത്തേക്ക് കൂടി ആളി എനിക്ക് മാപ്പ് തരണം. ഇനി മേലിൽ ഞാനത് ആവർത്തിക്കൂല, സത്യം. ഇനി ആവർത്തിച്ചാ നിന്നെ ഞാൻ തല്ലിക്കൊന്നു വട്ടക്കാലിൽ തള്ളും. പക്ഷേ ഇപ്പൊ നീ കാണിച്ചതിന് പരിഹാരം ആദ്യം പറ. ഒറ്റ ഒരു പരിഹാരമേ ഉള്ളൂ. അന്നത്തെ പോലെ നമുക്കിത് ആരും അറിയാതെ കലക്കിക്കളയാം. എമ്മാടത്തിനും പറയുന്നുടാ. നിന്നെ ഞാൻ തല്ലാത്ത എന്റെ ഈ കൈ നാറുന്നുള്ളതുകൊണ്ടാ. അളിയനെ കൈ ഒഴിഞ്ഞാ പിന്നെ അളിയനെ കൊല്ലേണ്ടി വരികയല്ല. നോക്ക്, ആ കായല് ഞാൻ സ്വയം ചാടി മരിക്കും. എന്നാ പിന്നെ അത് തന്നെയാ നല്ലത്. നീയൊക്കെ എന്തിനാടാ ഭൂമിക്ക് ഭാരമായിട്ട് ജീവിച്ചിരിക്കുന്നത്? ഞാൻ ജീവിച്ചിരിക്കണ്ടല്ലോ തന്റെ പെങ്ങൾക്ക് ഒരു ജീവിതം ഉണ്ടായത്. മറന്നോ? ജീവിതോ? ഇതാണോ ജീവിതം? കല്യാണം കഴിച്ച അന്തസ്സോടെ ഒരു ഗൾഫുകാരന്റെ കൂടെ മഹാറാണി പോലെ കഴിയായിരുന്നു അവള്. നീ ഒരൊറ്റ ആളാ അവളെ വഴിപിഴപ്പിച്ച് ഈ പരുവത്തിലാക്കിയത്. എന്നിട്ടിപ്പോ ജീവിതം കൊടുത്തുന്നു. നാണമല്ലടാ നിനക്കിത് പറയാൻ? ഇങ്ങനെ കണ്ണു പൊട്ടുന്ന നുണ പറയാൻ. നീ നിന്റെ ഭാര്യ മകളെ ഉപേക്ഷിച്ച് ഗർഭിണിയായി എന്റെ പെങ്ങളെ വാങ്ങാൻ കഴിക്കണം. അതല്ലാതെ ഇക്കാര്യത്തിൽ മറ്റൊരു കോംപ്രമൈസും ഇല്ല. അളിയൻ നന്നായിട്ട് ആലോചിച്ചിട്ടാണോ ഈ പറയുന്നത്? അതേടാ, നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെ പറയുന്നത്. അന്നത്തെ പോലെ കാശ് എന്നാ ഒതുങ്ങൂലേ? അയ്യോ, അതിന് നിന്റെ കയ്യിൽ എവിടെ നടാ കാശ്? ഞാൻ ഒപ്പിക്കാം. അന്ന് കാശ് തരാൻ പണയം വെച്ച കമ്പനി നീ തിരിച്ചെടുത്തോ? എടാ, നിനക്ക് ഈ ജന്മം അത് തിരിച്ചെടുക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? ഇങ്ങനെ കണ്ണിച്ചോരില്ലാത്ത വർത്താനം പറയില്ലേ അളിയ. കണ്ണിച്ചോരല്ല ഓരോന്ന് കാട്ടി കൂട്ടമ്പോ ഓർക്കണമായിരുന്നു. പറ്റിപ്പോയി. ശരി, ഒരിക്കൽ കൂടി നിനക്ക് ഞാനൊരു അവസരം തരാം. 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ 10 ദിവസത്തിനകം എനിക്ക് കിട്ടണം. നമുക്ക് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാം. അളിയ, എന്തുവാ പറയുന്നേ? 10 ലക്ഷം രൂപയോ? അതും 10 ദിവസത്തിനുള്ളിലോ? അളിയൻ എന്തൊക്കെ അളിയ പറയുന്നേ? വിഷം മേടിച്ച് തിന്നാൻ പോലും എന്റെ കാശില്ല. എന്നാ പിന്നെ കാശുണ്ടാകുന്ന സമയത്ത് നീ വിഷം മേടിച്ചെന്ന് ചാകുന്നതാ നല്ലത്. അതുവരെ നോക്കി നിൽക്കാൻ എന്നെ കിട്ടത്തില്ല. എന്റെ പെങ്ങളെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം കണ്ടിട്ടേ ഞാൻ ഇവിടുന്ന് പോകും. ഒരു അളിയനുമില്ല. ഒന്നുകിൽ 10 ദിവസത്തിനുള്ളിൽ 10 ലക്ഷം രൂപ, അല്ലെങ്കിൽ സിന്ധു പ്രസവിക്കും. ആ കുഞ്ഞ് നിന്നെ അച്ചാന്ന് വിളിക്കും. ശരിയാവൂല. അതേ ശരിയാവൂ. ആ കുഞ്ഞു മാത്രമല്ല, ഈ ലോകം മുഴുവൻ ആ കുഞ്ഞിന്റെ അച്ഛാന്ന് തന്നെ വിളിക്കും. നിന്റെ ഭാര്യ മൈഥിലിയും വിളിക്കും. ഒരു ഈശ്വരന് നിന്നെ രക്ഷിക്കാൻ പറ്റില്ലടാ. ഉറപ്പാണോ? ഉറപ്പ്. 10 ദിവസം നീ ജീവിക്കണോ വേണ്ടേന്ന് നീ തന്നെ തീരുമാനിക്കുക.
ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നിന്നെ എന്റെ കയ്യിലൊന്ന് കിട്ടാൻ. എന്നെ ഒന്നും ചെയ്യരുത്. ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. നിന്നെ താലോലിച്ച് താരാട്ടുപാടി ഉറക്കാൻ പോവാ ഞാൻ. നിങ്ങൾ ആരാ? ഞാനോ? ഞാൻ നിന്റെ കാലൻ. എടീ, ഞാൻ പൊടിക്കോളാം. ദയവ് ചെയ്ത് എന്നെ പോവാൻ അനുവദിക്കണം. ഞാൻ എതുമേ പേസ വേണ്ട. ഉങ്ങക്കിട്ടല്ലേ ഞാൻ പറഞ്ഞതല്ലേ, ഒരു നോട്ടം കൊണ്ട് പോലും ഇവളെ വേദനിപ്പിക്കരുതെന്ന്. ഇവള് രക്ഷപ്പെടാൻ നോക്കി. അതുക്കാകെ കയ്യെ പിടിക്കണമാ, വലിച്ചഴിച്ചോണ്ട് വരണോ? തെറ്റുപറ്റിപ്പോയി, മன்னிച്ചിടുങ്ങ് വരിവരെ. റുക്കു, മോളെ കൂട്ടിയിട്ട് അകത്തേക്ക് പോവാ. വാ മോളെ, വാ. നില്ലേ